ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒറ്റശിഖരം റിവ്യൂയിലേക്ക് സ്വാഗതം. ഡോക്ടർ പ്രീത മീനാക്ഷിയോട് പറയുന്നു, ഡെലിവറി ഡേറ്റിന്റെ 2 ദിവസം മുമ്പെങ്കിലും അഡ്മിറ്റ് ആകണം. ആദ്യം ഞങ്ങൾ വന്നോളാമെന്ന് പ്രസന്ന പറയുമ്പോൾ മീനാക്ഷി പറയുന്നു, എന്നാ ഞങ്ങൾ പോട്ടെ ഡോക്ടർ. പ്രീത പറയുന്നു, ശരി കാണാം. മീനാക്ഷിയും പ്രസന്നയും അവിടെ നോക്കിയാണ്. പിന്നീട് കാണിക്കുന്നത് മുകുന്ദന്റെ ഫോണിലേക്ക് വിളിച്ച കൃഷ്ണ ചോദിക്കുന്നു, മുകുന്ദേട്ടാ, മൂവാറ്റുപുഴയിലെ കാര്യങ്ങളൊക്കെ എന്തായി? മുകുന്ദൻ പറയുന്നു, ഞാൻ അങ്ങോട്ട് പോയില്ല കൃഷ്ണ, ചന്ദ്രമോഹനെയാ പറഞ്ഞയച്ചത്. ചന്ദ്രമോഹൻ വൈകിട്ട് വരുമായിരിക്കും. കൃഷ്ണ പറയുന്നു, വന്നു കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണേ മുകുന്ദേട്ടാ, വിവരം അറിയാനുള്ള ആഗ്രഹം കൊണ്ടാ. ആയിക്കോട്ടെ, ഞാൻ വിളിക്കാന്ന് പറഞ്ഞ മുകുന്ദൻ ഫോൺ കട്ട് ചെയ്യുമ്പോൾ അവിടേക്ക് വന്ന് അങ്കിത ചോദിക്കുന്നു, കൃഷ്ണയാണോ? മുകുന്ദൻ പറയുന്നു, അവൾക്ക് ആകാംക്ഷ മീനാക്ഷിയുടെ വിവരം അറിയാൻ. അങ്കിത ചോദിക്കുന്നു, മുകുന്ദൻ, ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഇത് നമ്മൾ എങ്ങനെയാ കൈകാര്യം ചെയ്യുന്നത്? മുകുന്ദൻ പറയുന്നു, ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞിനെ മലേഷ്യക്ക് കൊണ്ടുപോകുന്ന കാര്യമല്ലേ? അങ്കിത പറയുന്നു, നമുക്ക് കൊണ്ടുപോകണമല്ലോ. കുഞ്ഞിന് അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഇല്ല. ഇവിടെ ജനിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ പൗരത്വം അല്ലേ കിട്ടുകയുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ കൊണ്ടുപോകുന്ന മുകുന്ദൻ ചോദിക്കുമ്പോൾ അങ്കിത പറയുകയാണ്, മീനാക്ഷി പ്രസവിച്ച കുഞ്ഞിനെ എന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റില്ല. അഡോപ്റ്റ് ചെയ്തതാണെന്ന് പറഞ്ഞാൽ മുകുന്ദ് അതിന്റെ അച്ഛനല്ലാന്ന് വരും. മുകുന്ദൻ പറയുന്നു, സറോഗസി മുഖേന എടുത്ത കുഞ്ഞാണെന്ന് തന്നെ പറയാം. അങ്കിത പറയുന്നു, അപ്പോ ലീഗലി ഞാൻ അതിന്റെ അമ്മയാകില്ല. ബർത്ത് സർട്ടിഫിക്കറ്റിൽ മീനാക്ഷിയുടെ പേര് കിടക്കും. മുകുന്ദൻ പറയുന്നു, അമ്മയുടെ സ്ഥാനത്ത് തന്റെ പേര് വരണമെങ്കിൽ മീനാക്ഷിക്ക് പകരം താൻ ആ കുഞ്ഞിനെ പ്രസവിച്ചതായി വരുത്തണം. അതല്ലേ ഉദ്ദേശിച്ചത്? അങ്കിത പറയുന്നു, അതെ. നടക്കില്ലേ? മുകുന്ദൻ പറയുകയാണ്, ഡോക്ടറോട് സംസാരിച്ചു നോക്കാം. അതുമാത്രം പോരല്ലോ, മീനാക്ഷിയുടെ സമ്മതവും വേണം. അങ്കിത പറയുന്നു, അതില്ലാതെ പറ്റില്ല. മുകുന്ദൻ പറയുന്നു, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ മീനാക്ഷിയുടെ പേര് അങ്കിത ശിവരാമൻ ആയിരിക്കണം. ഹോസ്പിറ്റൽ റെക്കോർഡ്സിലും കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിലും ആ പേര് വരണം. അതല്ലേ വേണ്ടത്? അങ്കിത പറയുന്നു, കറക്റ്റ്. മീനാക്ഷി സമ്മതിക്കണം. മുകുന്ദൻ പറയുന്നു, സമ്മതിപ്പിക്കാം. സറോഗേറ്റ് മദറിന് കുഞ്ഞിന്റെ മേൽ ഒരു അവകാശവും ഇല്ല. ഒരിക്കലും അതിനെ കാണുകയോ തിരിച്ചറിയുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനാ പേര് മാത്രം? അങ്കിത പറയുന്നു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ കുഞ്ഞിന്റെ അമ്മയാകാം. എല്ലാ റെക്കോർഡ്സിലും അതിന്റെ അമ്മയായി എന്റെ പേര് വരും. മുകുന്ദൻ ചോദിക്കുന്നു, പക്ഷെ ആര് വിശ്വസിക്കും? നമ്മുടെ റിലേറ്റീവ്സ് ആരും വിശ്വസിക്കില്ല. അങ്കിത പറയുന്നു, ഞാൻ എന്റെ വീട്ടുകാരെ വിശ്വസിപ്പിക്കാം. ഇപ്പോ ഞാൻ കൺസീവ്ഡ് ആയെന്ന് വിളിച്ചു പറയാം. 3 months. ഞാൻ അടുത്ത കാലത്തൊന്നും പൂനെക്ക് പോകാതിരുന്നാ മതിയല്ലോ. അവരാരും നമ്മുടെ അടുത്തേക്ക് വരാനും പോകുന്നില്ല. 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അവർക്ക് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാം, എന്റേതാണെന്നും പറഞ്ഞ്. മുകുന്ദൻ പറയുന്നു, അത് കൊള്ളാം. പക്ഷേ ഇവിടെയുള്ള എന്റെ റിലേറ്റീവ്സിനോടൊക്കെ എന്ത് പറയും? അങ്കിത പറയുന്നു, 6 മാസം കഴിയുമ്പോൾ മുകുന്ദ് തന്നെ അവരെ വിളിച്ച് പറഞ്ഞാൽ മതി അങ്കിത പ്രസവിച്ചു എന്ന്. മുകുന്ദൻ പറയുന്നു, പക്ഷേ പ്രതാപനും കൃഷ്ണയ്ക്കും അറിയാലോ സത്യം. അങ്കിത പറയുകയാണ്, അവരെയും നമ്മുടെ കൂടെ ചേർക്കാം. രഹസ്യം സൂക്ഷിക്കാൻ ചന്ദ്രമോഹനോടും പറയാം. വേറെ ആരും അറിയരുതെന്ന്. മുകുന്ദൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പോഴേ പ്ലാൻ ചെയ്യണം. അങ്കിത പറയുകയാണ്, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. തുടർന്ന് മുകുന്ദന്റെ ഫോണിലേക്ക് വിളിച്ച ചന്ദ്രമോഹൻ പറയുന്നു, സാറേ, മീനാക്ഷി കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. വേണമെങ്കിൽ അഡ്മിറ്റ് ചെയ്യാമെന്നാ ഡോക്ടർ പറഞ്ഞത്. പക്ഷെ അവര് വേണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ചുപോയി. തനിക്ക് നിർബന്ധിച്ചുകൂടായിരുന്നു എന്ന് മുകുന്ദൻ ചോദിക്കുമ്പോൾ ചന്ദ്രമോഹൻ പറയുകയാണ്, നമുക്ക് പറയാൻ പറ്റുന്നതിന് ഒരു പരിധിയില്ലേ? ഡെലിവറിക്ക് ഇനിയും 6 ദിവസം കൂടി മതി. മുകുന്ദൻ പറയുകയാണ്, ഹോസ്പിറ്റൽ എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യുന്നത് നമ്മളല്ലേ, പിന്നെന്താ പ്രശ്നം? ചന്ദ്രമോഹൻ പറയുന്നു, സാറേ, തുളസി ചേട്ടനെ വിളിച്ചൊന്ന് സംസാരിക്കുമോ? ഭയങ്കര മൊരട്ട് സ്വഭാവമാണ് സാറേ. അയാളോട് സംസാരിച്ചാൽ എനിക്ക് ദേഷ്യം വരും. സാറ് വിളിച്ച കാര്യം പറ. പിന്നെ സാറേ, ഒരു മയത്തിനൊക്കെ മതി കേട്ടോ. എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഒരുമാതിരി വല്ലാത്ത വർത്താനം പറയും. ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുകയാണ് മുകുന്ദൻ. തുടർന്ന് മീനാക്ഷിയുടെ ഫോണിലേക്ക് വിളിച്ച ചന്ദ്രമോഹൻ പറയുന്നു, മീനാക്ഷി, ചന്ദ്രമോഹന സാർ പോയില്ലേന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നു, ഞാൻ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഫോണിൽ റേഞ്ച് വന്നപ്പോൾ വിളിച്ചതാ. MQ മേനോൻ സാർ വിളിക്കും, കോൾ എടുക്കണം. സാർ അല്പം ടെൻഷനില്ല. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞാൽ സമ്മതിച്ചേക്കണം. അച്ഛൻ സമ്മതിക്കാഞ്ഞിട്ടാണെന്ന് മീനാക്ഷി പറയുമ്പോൾ ചന്ദ്രമോഹൻ പറയുകയാണ്, മീനാക്ഷി തന്നെ അച്ഛനോട് പറ. ശരിയെന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുകയാണ് മീനാക്ഷി. പിന്നീട് കാണിക്കുന്നത് ക്ഷീണത്തോടുകൂടി ബെഡിൽ കിടക്കുകയാണ് മീനാക്ഷി. വയ്യായിക വല്ലതും ഉണ്ടോ മോളെന്ന് പ്രസന്ന ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നു, വയറ്റിൽ എന്തോ ഉരുണ്ടു മറിയുന്നത് പോലെ. പ്രസന്ന പറയുന്നു, ആശുപത്രിയിൽ അങ്ങോട്ട് അഡ്മിറ്റ് ആയാൽ മതിയായിരുന്നു. തുളസി ചോദിക്കുന്നു, പിന്നെ പ്രസവത്തിന് 1 മാസം മുമ്പേ ആശുപത്രിയിൽ പോയി കിടക്കേണ്ട കാര്യം എന്തുവാ? പ്രസന്ന പറയുന്നു, നമുക്ക് പൈസയൊന്നും ചിലവാകുന്നില്ലല്ലോ, പിന്നെന്താ? തുളസി പറയുകയാണ്, വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, കൂടുതൽ സംസാരമൊന്നും വേണ്ട. ഈ സമയം മീനാക്ഷിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് മുകുന്ദൻ. ഫോൺ അറ്റൻഡ് ചെയ്ത തുളസിയോട് മുകുന്ദൻ പറയുന്നു, ഞാൻ MK മേനോൻ. മീനാക്ഷിയില്ലേ? തുളസി പറയുന്നു, മീനാക്ഷിയുണ്ട്, അവളുടെ തന്തയാ സംസാരിക്കുന്നത്. മുകുന്ദൻ പറയുന്നു, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സംസാരിക്കുന്ന രീതി കേട്ടപ്പോൾ മനസ്സിലായി. സാർ എന്തിനാ വിളിച്ചതെന്ന് തുളസി ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയുകയാണ്, നിങ്ങൾ എന്തിനാ മീനാക്ഷിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാതിരുന്നത്? ഡോക്ടർ പറഞ്ഞതല്ലേ അഡ്മിറ്റ് ചെയ്തോളാം. തുളസി പറയുന്നു, അതിലൊന്നും സാർ ഇടപെടണ്ട. സമയമാകുമ്പോൾ ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്തോളാം. മുകുന്ദൻ പറയുന്നു, അങ്ങനെ നിങ്ങൾക്ക് തോന്നുമ്പോൾ ചെയ്താൽ പോരാ. ഞാൻ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടിരിക്കുന്നതേ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാ. അല്ല, സാറിനിപ്പോ എന്താ വേണ്ടതെന്ന് തുളസി ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയുകയാണ്, മീനാക്ഷിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. തുളസി പറയുന്നു, പറ്റില്ല. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? മുകുന്ദൻ പറയുന്നു, ഞാനിപ്പം എറണാകുളത്തേക്ക് വന്നിരിക്കുക. നാളെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വരും, മൂവാറ്റുപുഴയിലേക്ക്. സാർ എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളുന്നതെന്ന് തുളസി ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയുകയാണ്, മീനാക്ഷിയെ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യാൻ. തുളസി ചോദിക്കുന്നു, എന്റെ വീട്ടിൽ കയറി എന്റെ അനുവാദമില്ലാതെ സാർ എന്റെ മോളെ പിടിച്ചോണ്ട് പോകുമോ? മുകുന്ദൻ പറയുന്നു, ഞാൻ മാത്രമല്ല, കുറച്ച് പോലീസുകാരും കാണും എന്റെ കൂടെ. പോലീസ് എന്തിനാ വരുന്നതെന്ന് തുളസി ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയുകയാണ്, നിങ്ങളെ തൂക്കിയെടുത്ത് ലോക്കപ്പിൽ കൊണ്ടിടാൻ. അതിനുള്ള ആളും സ്വാധീനവും ഒക്കെ എനിക്കുണ്ടോ? തുളസി പറയുന്നു, എന്റെ വീട്ടിൽ കയറി ഒരു പോലീസും ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾക്ക് കുഞ്ഞിനെ പ്രസവിച്ചു തരാമെന്ന് മാത്രമേ കരാറിലുള്ളൂ. മുകുന്ദൻ പറയുന്നു, എന്റെ കുഞ്ഞിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ട
ചെയ്യേണ്ടത് എന്റെ ചുമതലയാ. ഒരു ചെറിയ പാകപ്പിഴ മതി എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാകാൻ. എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ചേട്ടാ ഞാൻ തന്നതെല്ലാം പലിശ സഹിതം തിരിച്ചു വാങ്ങിക്കും. തുളസി പറയുന്നു, നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യും. മുകുന്ദൻ ചോദിക്കുന്നു, നിങ്ങൾ നാളെ മീനാക്ഷിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമോ ഇല്ലയോ? എനിക്ക് രണ്ടിലൊന്നും അറിയണം. തുളസി പറയുന്നു, അതിനുള്ള സമയം ആയിട്ടില്ലെന്നാ പറഞ്ഞത്, അല്ലാതെ അഡ്മിറ്റ് ചെയ്യത്തില്ലെന്നല്ല. മുകുന്ദൻ ചോദിക്കുന്നു, 4 ദിവസം മുമ്പേ അഡ്മിറ്റ് ചെയ്താൽ എന്താ കുഴപ്പം? മീനാക്ഷിക്ക് ഡോക്ടറുടെയും നഴ്സുമാരുടെയും കെയറിംഗ് കിട്ടുമല്ലോ. ചേട്ടന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ചിലവാക്കണ്ട. തുളസി പറയുന്നു, പൈസയല്ല സാറേ പ്രശ്നം, ആശുപത്രിയാകുമ്പോൾ ആളുകൾ കൂടുന്ന സ്ഥലമാ. ഓരോ തവണയും പേടിച്ച ആശുപത്രിയിലോട്ട് അവളെ വിടുന്നത്. പരിചയക്കാരുടെ കണ്ണിൽപ്പെട്ടാലുള്ള അവസ്ഥ സാറൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഞങ്ങള് ജീവിച്ചിരിക്കണോ? മുകുന്ദൻ പറയുന്നു, ചേട്ടൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. മീനാക്ഷിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവൾക്ക് ഡീലക്സ് റൂം തന്നെ ആയിരിക്കും കൊടുക്കുക, അല്ലാതെ വാർഡിലൊന്നും കൊണ്ടുപോയി കിടത്തില്ല. തുളസി പറയുന്നു, ടെസ്റ്റിനും സ്കാനിങ്ങിനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ആളുകൾ കാണില്ലേ? മുകുന്ദൻ ചോദിക്കുന്നു, അതെന്നും നടക്കുന്നുണ്ടോ? മാസത്തിൽ ഒരിക്കലല്ലേ, ഇനി അതിന്റെ ആവശ്യമില്ല. ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പ്രസവം എന്ന് പറയുന്ന സംഗതി നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. എപ്പോഴാ എങ്ങനെയാണെന്നൊന്നും മുൻകൂട്ടി അറിയാൻ പറ്റില്ല. പാതിരാത്രിക്ക് മീനാക്ഷിക്ക് പെട്ടെന്നൊരു പെയിൻ വന്നാൽ ചേട്ടൻ എന്ത് ചെയ്യും? അങ്ങനത്തെ റിസ്ക് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയാ ഞാൻ പറയുന്നത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ പിന്നെ നമ്മളൊന്നും പേടിക്കണ്ടല്ലോ. തുളസി പറയുന്നു, സാറ് തോന്നിയതുപോലെ ചെയ്യും, അല്ലാതെ ഇപ്പം ഞാൻ എന്തോ പറയാനാ? മുകുന്ദൻ പറയുന്നു, ഞാൻ നാളെ ചന്ദ്രമോഹനെ അങ്ങോട്ട് അയക്കാം, ബാക്കിയെല്ലാം അയാള് ചെയ്തോളും. വെക്കുവാണെന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത് തുളസി പറയുന്നു, അയാളെ കൊണ്ട് തോറ്റു, സ്വൈര്യം തരത്തില്ല. ഇത്രയും വലിയ ശല്യമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇത് വേണ്ടായിരുന്നു. അങ്ങനെ തുളസി എവിടെ നിന്ന് പോകുമ്പോൾ മീനാക്ഷി പറയുകയാണ്, അച്ഛനല്ലേ ഇതിനൊരു വിലയും കൽപ്പിക്കാത്തത്, ഇതിന്റെ ഉടമസ്ഥന് ഇത് വളരെ വിലപ്പെട്ടതാ. ഡെലിവറി ഡേറ്റ് ഒക്കെ നോക്കി അതിന് ഒരാഴ്ച മുമ്പേ ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ക്യാമ്പ് ചെയ്യുകയാണ് അദ്ദേഹം. ഒരു കോഴിക്കുഞ്ഞിനെ പിടിച്ചു കൊടുക്കുന്നത് പോലെയുള്ളൂ അച്ഛന്. അങ്ങനെ വിഷമത്തോടു കൂടി ആലോചിച്ച് കിടക്കുകയാണ് മീനാക്ഷി. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനായി മീനാക്ഷിയെ ചന്ദ്രമോഹനും പ്രസന്നയും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. പ്രീതിയുടെ അരികിലേക്ക് വന്ന സിസ്റ്റർ പറയുന്നു, ഡോക്ടർ, മീനാക്ഷി എന്ന് പേരുള്ള പേഷ്യന്റ് വന്നിട്ടുണ്ട്. പ്രീതി പറയുന്നു, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വരാൻ പറയും. തുടർന്ന് മീനാക്ഷിയെ കണ്ട് പ്രീത പറയുകയാണ്, എന്താ മീനാക്ഷി, ഇന്നലെ വന്നിട്ട് പോയതല്ലേ ഉള്ളൂ? മീനാക്ഷി പറയുന്നു, മേനോൻ സാറിന്റെ ആഗ്രഹം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണമെന്നാ, എനിക്ക് നല്ല കെയറിംഗ് കിട്ടാൻ വേണ്ടിയാ. പ്രീത പറയുന്നു, ഞാനും ഇന്നലെ അതാണ് പറഞ്ഞത്, പക്ഷേ നിങ്ങളുടെ സൗകര്യം കൂടി പരിഗണിക്കണമല്ലോ. മീനാക്ഷി പറയുന്നു, എനിക്ക് അസൗകര്യം ഒന്നുമില്ല ഡോക്ടർ. ഡോക്ടർ ചോദിക്കുന്നു, അമ്മയ്ക്ക് ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാൻ പറ്റുമല്ലോ? ഞാൻ നിന്നോളാമെന്ന് പ്രസന്ന പറയുമ്പോൾ പ്രീത പറയുകയാണ്, എന്നാൽ അഡ്മിഷൻ എടുക്കുകയാണ്, നിങ്ങൾക്ക് ഡീലക്സ് റൂം തന്നെ തരണമെന്നാ മേനോൻ സാർ പറഞ്ഞിരിക്കുന്നത്. ഡ്രസ്സും മറ്റു സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഉണ്ടെന്ന് പ്രസന്ന പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ്, എന്നാൽ നേഴ്സിന്റെ കൂടെ ചെല്ല്, റൂം കാണിച്ചു തരും, ഹാപ്പി ആയിട്ടിരിക്കണേ, ഇത് സ്വന്തം വീട് പോലെ കരുതിയാ മതി. ഇത് കേട്ട് പുഞ്ചിരിച്ച് പ്രസന്നയുടെയും നേഴ്സിന്റെ ഒപ്പം പോവുകയാണ് മീനാക്ഷി. പിന്നീട് കാണിക്കുന്നത് ക്ഷീണത്തോടുകൂടി നടക്കുകയാണ് മീനാക്ഷി. പ്രസന്ന ചോദിക്കുന്നു, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? മീനാക്ഷി പറയുകയാണ്, വയറിന്റെ ഉള്ളിലൊക്കെ കൊളുത്തി പിടിക്കുന്നത് പോലെ. പ്രസന്ന പറയുന്നു, ഇങ്ങനെ നടന്നാ പോരാ, കുറച്ചുകൂടി വേഗം നടക്കണം, ശരീരം അനങ്ങാൻ വേണ്ടിയല്ലേ നടക്കാൻ പറയുന്നത്. മീനാക്ഷി പറയുന്നു, റൂമിനകത്ത് നടന്നാ മതി, ഇതിപ്പം എല്ലാവരും കാണില്ലേ. പ്രസന്ന പറയുന്നു, മുറിയിൽ സ്ഥലം കുറവല്ലേ, ഇവിടെ ആകുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് നടക്കാൻ വേണ്ടിയല്ലേ. ഇവിടെ വേറെ ഗർഭിണികളൊന്നും ഇല്ലെന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ പ്രസന്ന പറയുകയാണ്, ഉണ്ടെന്ന് തോന്നുന്നു, നേഴ്സുമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ധൃതി പിടിച്ച് നടക്കുകയാണല്ലോ. മീനാക്ഷി ചോദിക്കുന്നു, ചന്ദ്രമോഹൻ സാറ് പോയോ? അമ്മയോട് വല്ലതും പറഞ്ഞായിരുന്നു? പ്രസന്ന പറയുന്നു, വൈകുന്നേരം കണ്ടപ്പോൾ ആലുവായ്ക്ക് പോയിട്ട് നാളെ വരാമെന്നാ പറഞ്ഞത്, പോയോ ഇല്ലയോ എന്ന് അറിയത്തില്ല. മീനാക്ഷി പറയുന്നു, ഇനി മതി, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. എന്നാൽ കട്ടിലോട്ട് കയറി കിടന്ന് മയങ്ങിക്കോന്ന് പറഞ്ഞ് മീനാക്ഷിയെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോവുകയാണ് പ്രസന്ന. പിന്നീട് കാണിക്കുന്നത് സന്തോഷത്തോടുകൂടി മൂവാറ്റുപുഴയ്ക്ക് പോകാനായി ഒരുങ്ങുകയാണ് അങ്കിത. പ്രതാപന്റെ ഫോണിലേക്ക് വിളിച്ച മുകുന്ദൻ പറയുന്നു, പ്രതാപ, ഞാനും അങ്കിതയും കൂടി മൂവാറ്റുപുഴയ്ക്ക് പോകുക, മീനാക്ഷിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പ്രതാപൻ ചോദിക്കുന്നു, അല്ല അതിന് സമയമായോ? മുകുന്ദൻ പറയുന്നു, ഞാൻ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാ, റിസ്ക് വേണ്ടല്ലോ പ്രതാപ. പ്രതാപൻ പറയുന്നു, അത് ശരിയാ, നമ്മൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട്. മുകുന്ദൻ പറയുന്നു, രൂപ മാത്രമല്ല പ്രശ്നം, എന്തെങ്കിലും ഒരു കുഴപ്പം സംഭവിച്ചാൽ തുളസീധരൻ ചേട്ടൻ രണ്ടാമതൊരു ചാൻസ് തരുമോ? ഇല്ല, അയാൾക്ക് ഇത് തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞാ മതിയെന്നേ ഉള്ളൂ. അവിടം വരെ പോയി എല്ലാം അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം, ഡോക്ടറെയും കാണണം. അപ്പൊ ചന്ദ്രമോഹൻ വേണ്ടേന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയുന്നു, വേണം വേണം, അത് പറയാൻ കൂടിയാ തന്നെ വിളിച്ചത്, ഞങ്ങൾക്ക് നേരിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ചന്ദ്രമോഹൻ അല്ലേ മീഡിയേറ്റർ. ശരി, എന്നാ നിങ്ങൾ പോയിട്ട് വന്ന് പ്രതാപൻ പറയുമ്പോൾ കൃഷ്ണയോട് പറഞ്ഞേക്കെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് മുകുന്ദൻ. ശേഷം മുകുന്ദൻ ചോദിക്കുന്നു, ബാഗ് പാക്ക് ചെയ്തില്ലേ? എല്ലാം എടുത്തിട്ടുണ്ടെന്ന് അങ്കിത പറയുമ്പോൾ മുകുന്ദൻ പറയുകയാണ്, ഇന്നൊരു ദിവസത്തേക്കുള്ളത് മതി, നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ തങ്ങാം. ചന്ദ്രമോഹനോട് ചോദിക്കാം, മൂവാറ്റുപുഴയെ നല്ല ഹോട്ടൽ വല്ലതും ഉണ്ടോന്ന്. അങ്കിത പറയുന്നു, തിരിച്ചറിയില്ലായിരുന്നെങ്കിൽ മീനാക്ഷിക്ക് ബൈസ്റ്റാൻഡറായി ഞാൻ നിൽക്കാമായിരുന്നു, അല്ലേ മുകുന്ദ്? ഇത് കേട്ട് പുഞ്ചിരിച്ച മുകുന്ദൻ പറയുകയാണ്, വാ പോകാം. അങ്ങനെ അവർ ബാഗും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് കാർ ഡ്രൈവ് ചെയ്യുന്ന ചന്ദ്രമോഹൻ ചോദിക്കുന്നു, മൂവാറ്റുപുഴ എത്തിയിട്ട് ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യണോ സർ? മുകുന്ദൻ പറയുന്നു, അത് നമുക്ക് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം, മീനാക്ഷിയുടെ പ്രസവം എന്ന് നടക്കുമെന്ന് ഏറെക്കുറെ ഐഡിയ കിട്ടിയിട്ട് മതി. ചന്ദ്രമോഹൻ പറയുന്നു, സർ അവിടെ നല്ല ഹോട്ടലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. മുകുന്ദൻ പറയുകയാണ്, റിസോർട്ടോ ഹോം സ്റ്റേയോ കിട്ടിയാലും മതി. ചന്ദ്രമോഹൻ ആദ്യം ചെയ്യേണ്ടത് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണണം, മീനാക്ഷിയുടെ പേര് തിരുത്താൻ പറയണം. ചന്ദ്രമോഹൻ ചോദിക്കുന്നു, അതിനെ തിരുത്താൻ പറ്റുമോ സാറേ? മീനാക്ഷി അഡ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ അവര് ഹോസ്പിറ്റൽ രജിസ്റ്ററിൽ ഒറിജിനൽ പേര് എഴുതിയതാ. മുകുന്ദൻ പറയുന്നു, നമുക്ക് മീനാക്ഷിയെ ഡിസ്ചാർജ് ചെയ്യിക്കാം, എന്നിട്ട് പേര് മാറ്റി വീണ്ടും അഡ്മിഷൻ നടത്താമല്ലോ. മീനാക്ഷിയെ ഡിസ്ചാർജ് ആയിപ്പോയി,
പകരം പുതിയൊരു പേഷ്യന്റ് വന്നു. അങ്കിത ശിവറാം. അതിനെന്താ കുഴപ്പം? ചന്ദ്രമോഹൻ പറയുന്നു, അതൊക്കെ സാറ് സംസാരിച്ചാൽ മതി. ഡോക്ടർ അങ്ങനെ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മീനാക്ഷിയുടെ ട്രീറ്റ്മെന്റ് റെക്കോർഡുകളെല്ലാം ഹോസ്പിറ്റലിലുണ്ടല്ലോ. അതിൽ വെട്ടിത്തിരുത്തലുകൾ നടത്തുന്ന കാര്യം സംശയമാ. മുകുന്ദൻ പറയുന്നു, അപ്പോഴും നമുക്ക് പഴുതുണ്ട്. ഡോക്ടറോട് പറയാം മീനാക്ഷിയെ ഡിസ്ചാർജ് ചെയ്താൽ മതി. ഞങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിക്കോളാമെന്ന്. അതിൽ ഡോക്ടർ വീഴും. ചന്ദ്രമോഹൻ പറയുന്നു, ഐഡിയ കൊള്ളാം. വർക്കൗട്ട് ആകുമോ നോക്കണം. മുകുന്ദൻ പറയുന്നു, നോക്കാമടോ. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയുടെ അരികിലേക്ക് വന്ന പ്രസന്ന പറയുന്നു, എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പറയണ മോളെ. മീനാക്ഷി പറയുന്നു, എനിക്കൊന്നും തോന്നുന്നില്ല. അച്ഛൻ എപ്പോ വരും? അറിയത്തില്ല എന്ന് പ്രസന്ന പറയുമ്പോൾ വാതിലിൽ ആരോ തട്ടുകയാണ്. അച്ഛനായിരിക്കുമെന്ന് പറഞ്ഞ പ്രസന്ന വാതിൽ തുറക്കുകയാണ്. അത് ചന്ദ്രമോഹനാണ്. മീനാക്ഷി ചന്ദ്രമോഹനെ നോക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.